വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ വന്നിട്ടുള്ളത് നല്ല തേങ്ങ കൊത്തിട്ടിട്ടുള്ള കടല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കപ്പ് കടല തലേ ദിവസം രാത്രി മുഴുവനായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇത് കുക്കായോന്ന്. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കുക്കായെന്ന്. ഇപ്പോൾ ഇതാ നല്ലോണം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സവാള മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സവാള വഴണ്ടി കിട്ടും. പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്ന് നല്ലോണം വഴറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കത് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാല ഒക്കെ ഇതിൽ ഒന്ന് പിടിക്കണ രീതിയിൽ ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.